ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എന്താണ് മോഡേൺ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കിങ്ങിൻ്റെ കുറച്ച് ക്ലാസ്സാണ് ഇനി മുതൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ടേംസുകളാണ് ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ എന്താണ് കൊറോണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദർ മേ ബി ചാൻസ്, അതായത് എക്സാം ചിലപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറേ സമയം കൂടി, അല്ലെങ്കിൽ ഏകദേശം മെയ് 15-ന് ശേഷമാണ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. മേ ബി സിറ്റുവേഷനൊക്കെ പോസിറ്റീവായി വരികയാണെങ്കിൽ മെയ് 15-ന് ശേഷമായിരിക്കും നടത്തുക, അല്ലെങ്കിൽ കുറച്ചും കൂടി നീണ്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഏകദേശം ഇനി കുറച്ചും കൂടി സമയമുണ്ടല്ലോ എന്ന് കരുതി നമ്മളിൽ കുറച്ച് പേരെങ്കിലും എന്ത് ചെയ്യും, പഠനം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ സ്ലോയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, അതായത് മുൻപൊക്കെ കോപ്പറേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതായത് നമുക്ക് എഴുതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയവർക്കൊക്കെ കിട്ടുന്ന ഒരു ഇതായിരുന്നു, അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, PSC എക്സാമിനെ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ് CSEB എക്സാം. അതേപോലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്നൊക്കെ ഒഴിവാക്കി പോകുന്നത് ജസ്റ്റ് ചിലപ്പോൾ ഒരു അരമാർക്കിനോ മറ്റോ ആയിരിക്കും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ നിന്നൊക്കെ ഒഴിവാക്കി പോകുന്നത്, അല്ലെങ്കിൽ ചില ഈ അരമാർക്ക് മതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഒരു നിയർ ആയിട്ടുള്ളൊരു കട്ട് ഓഫ് കിട്ടിയത് കൊണ്ട് മാത്രം വലിയ കാര്യമില്ല. നമുക്കറിയാം ചില ഇതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ വെറും കട്ട് ഓഫ് കിട്ടിയിട്ട് ആ കട്ട് ഓഫിനുള്ളിൽ വന്നിട്ട് വലിയ കാര്യമില്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പോസ്റ്റിന് ഏകദേശം 15 ആൾക്കാരെയാണ് വിളിക്കുന്നത് ഇൻ്റർവ്യൂവിന്. ആ 15-ൽ നമ്മൾ 15-മതാവാൻ വേണ്ടി പാടില്ല, ഏകദേശം നമ്മൾ 1-മതായി മാറണം. അപ്പോൾ അങ്ങനെ 1-മതായി മാറണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് പരിശീലനത്തിലൂടെ മാത്രമേ, നിരന്തരമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെയും നിരന്തരമായിട്ട് പരിശീലിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, ഞാനും CSEB റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ ആവണം, അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് തന്നെ നേടിയിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ഇൻഫ്ലുവൻസുകളും ഇല്ല, നിങ്ങൾക്ക് ബാങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്കുകൾ ഇങ്ങനെ മുടക്കാതിരിക്കുക. പരീക്ഷകൾ നീണ്ടുപോകുന്നു എന്ന് കരുതി, നീണ്ടുപോയിട്ടില്ല എന്നങ്ങനെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല എങ്കിലും നീണ്ടുപോകും എന്ന് കരുതി പഠനത്തെ ഒരു അലസമായിട്ട് കാണാതിരിക്കുക. പറ്റുമെങ്കിലല്ല, തീർച്ചയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കൂടുതൽ സിലബസിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് എന്ന് കാണുന്നത് ഇപ്പോഴൊക്കെ എന്താണ്, പലരും ഇത് എന്ന് പറയുന്നത് ഒരു വീഡിയോസ് ഇടുമ്പോൾ അത് വ്യൂ ഒക്കെ കുറവാണ്. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പൊക്കെയാണ് നല്ല വ്യൂസാണ് ലഭിക്കുന്നത്. പക്ഷേ അപ്പോൾ നമുക്കറിയാം, പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപാണ് തകൃതിയായിട്ട് എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഇതേയും ഒരു കുറച്ച് സമയം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് സമയം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ വീട്ടമ്മമാരും ഉണ്ടാവും, അതേപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് പുറത്തൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുന്നത് എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ലാത്ത ഒന്നാണ്, അല്ലേ? അപ്പോൾ അവർ മെയിനായിട്ട് ആശ്രയിക്കുന്നത് തന്നെ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകളെ ആയിരിക്കും മെയിനായിട്ട് ആശ്രയിക്കുന്നത്. അപ്പം പലരും കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോച്ചിങ് സെൻറ്ററിൽ പോകണ്ട എന്നല്ല പറഞ്ഞത്, അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ബട്ട് എവിടെ പോയാലും, കോച്ചിങ് സെൻറ്ററിൽ പോയാലും യൂട്യൂബ് ക്ലാസ്സുകളിലാണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ വെറുതെ ഒരു ക്ലാസ്സിൽ പോയി, അല്ലെങ്കിൽ 2-3 മാസത്തെ കോഴ്സിന് പോയി എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. അതായത് 2-3 മാസം കൊണ്ടുള്ള ക്ലാസ്സിലൊന്നും നമുക്കൊരു നിയറായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് മൂലം, അതായത് അതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ഫോമിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. എക്സ്പെഷ്യലി കോപ്പറേറ്റീവ് ലോസ്, അതേപോലെ ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ എന്തെങ്കിലും കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സെപ്റ്റ് ഇംഗ്ലീഷ്, മാത്സ് ഒഴികെയുള്ള ബാക്കി കോപ്പറേഷൻ, അതേപോലെ കോപ്പറേറ്റീവ് ലോസ്, ബാങ്കിങ്, അക്കൗണ്ടൻസി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മുൻപ് ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓഡിറ്റിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിലൂടെ ഏറ്റവും ട്രിക്സ്, അതായത് കോപ്പറേറ്റീവ് ലോ ഒക്കെ പഠിക്കുന്ന ട്രിക്സുകളോടക്കം തന്നെ നിങ്ങൾക്ക് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക, മറ്റേ വീഡിയോ നോക്കുന്നതിന് കൂടെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അത് ഓരോ സബ്ജക്റ്റിൻ്റെ, ബാങ്കിങ് ആയാലും കോപ്പറേഷൻസ് ആയാലും കോപ്പറേറ്റീവ് ലോ ആയാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എളുപ്പത്തിലുള്ള റിവിഷൻ മാരത്തോൺ വരെ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും അത് കാണുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം, അതായത് സബ്ജക്റ്റുകളുടെ ഏകദേശം പോർഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും ക്ലിയർ ആയിരിക്കും. ബാക്കി വരുന്ന ഭാഗങ്ങൾ GKയും അതേപോലെ മാത്സും അത് ഇംഗ്ലീഷുമാണ്. അത് നമ്മൾ ഇനി എക്സാം ആകുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതിന് മുതൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെ ചോദിച്ചിട്ട് കണ്ടതിൽ കുറച്ച് ഉള്ള ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ള ചില ടേംസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തരാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് റീറ്റെയിൽ ബാങ്കിങ് ആണ്. അതൊരു പുതിയ ടേമാണ് തന്നെയാണ് റീറ്റെയിൽ ബാങ്കിങ്. എന്താ റീറ്റെയിൽ ബാങ്കിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീറ്റെയിൽ ബാങ്കിങ് ഈസ് എ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് റീറ്റെയിൽ കസ്റ്റമർ ഈസ് ഡൺ. അതായത് റീറ്റെയിൽ ബാങ്കിങ്ങിൽ നമ്മളെന്താണ് റീറ്റെയിൽ അതായത് നമ്മൾക്കറിയാം മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിൽ, കസ്റ്റമർ, അങ്ങനെയാണ്. അപ്പോൾ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, റീ പ്ലസ് ടെയിൽ, റീയും ടെയിലും ചേർന്നിട്ടുള്ള വാക്കിൽ നിന്നാണ് റീറ്റെയിൽ എന്നുള്ള ഒരു, അതായത് ഈ രണ്ട് വേർഡുകളിൽ നിന്നാണ് റീറ്റെയിൽ എന്നുള്ള ആ വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പം റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് റീറ്റെയിൽ കസ്റ്റമേഴ്സാണ്. ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് ദ റീറ്റെയിൽ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കൺസ്യൂമർ ബാങ്കിങ് അല്ലെങ്കിൽ പേഴ്സണൽ ബാങ്കിങ് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന നമുക്കറിയാം നമ്മുടെ ബാങ്കിങ് സംവിധാനത്തിലെ ബാങ്കിൽ പോകുമ്പോൾ നമ്മളുമായിട്ട് ബാങ്കിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബാങ്കിങ്ങിലെ ഓഫീസേഴ്സ് ഡയറക്റ്റ് ഡീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ റീറ്റെയിൽ ബാങ്കിങ് ആണ്. ഇതിന് നമ്മൾ കൺസ്യൂമർ ബാങ്കിങ് എന്നും പറയുന്നുണ്ട്, അതേപോലെ തന്നെ പേഴ്സണൽ ബാങ്കിങ് എന്നും പറയുന്നുണ്ട്. കൺസ്യൂമർ ബാങ്കിങ് എന്നും പറയുന്നുണ്ട്, ഓർ പേഴ്സണൽ ബാങ്കിങ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്, എന്താണ് റീറ്റെയിൽ ബാങ്കിങ്, എന്താണ് ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെന്നിട്ട് നിങ്ങൾ കാണുക. ദാറ്റ് ഇറ്റ് ഈസ് ദ വിസിബിൾ ഫേസ് ഓഫ് ബാങ്കിങ് ടു ദ ജനറൽ പബ്ലിക്. അതായത് ഇതാണ് വിസിബിൾ ഫേസ് ഓഫ് ബാങ്കിങ് ടു ദ ജനറൽ പബ്ലിക്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരുമ്പോൾ, ഡാഷ് ബാങ്കിങ് ഈസ് ദ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് കോർപ്പറേറ്റ്. ഈ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് പകരം നമ്മൾ കോർപ്പറേറ്റുകളെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പകരം റീറ്റെയിൽ കസ്റ്റമേഴ്സിന് പകരം നമ്മൾ കോർപ്പറേറ്റുകളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീറ്റെയിൽ ബാങ്കിങ് എന്നുള്ള ടേം ഹോൾസെയിൽ ബാങ്കിങ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? റീറ്റെയിൽ ബാങ്കിങ് എന്നുള്ള ടേം എന്താണ്, ഹോൾസെയിൽ ബാങ്കിങ് ആയിട്ട് മാറും. അപ്പോൾ റീറ്റെയിൽ ബാങ്കിങ് എന്നുള്ളത് പറയുന്നത് ഡയറക്റ്റ് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും, ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് ബലൂൺ മോർഗേജ്. ബലൂൺ മോർഗേജ് എന്ന് പറയുന്നത്, അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് മോർഗേജ് എന്താണെന്ന് അറിയാം. എന്താണ് മോർഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ് എ ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് ടു സ്റ്റേബിൾ പ്രോപ്പർട്ടി ഫോർ ദ സെക്യൂരിറ്റി പർപ്പസ് ഓർ ലോൺ എമൗണ്ട്. അതായത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതായത് ലോൺ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ അസറ്റുകൾ നല്ല പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർഗേജ് എന്ന് പറയുന്നത്. അപ്പം മോർഗേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേബിൾ പ്രോപ്പർട്ടിന്മേലുള്ള റൈറ്റ് ആണ്. എന്താ സ്റ്റേബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ സ്റ്റേബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്മേലുള്ള അതിൻ്റെ റൈറ്റിനെയാണ് നമ്മൾ മോർഗേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളിവിടെ പറയുന്നത് ബലൂൺ മോർഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം പീരീഡിലേക്കാണ്. ബലൂൺ മോർഗേജ് എന്താണ്, ഷോർട്ട് ടേം പീരീഡിലേക്കും, മോർഗേജ് എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം പീരീഡിലേക്കുമാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? മോർഗേജ് എന്ന് പറയുന്നത് ലോങ് ടേം പീരീഡിലേക്കും, ബലൂൺ മോർഗേജ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം പീരീഡിലേക്കുമാണ്. ഇറ്റ് ഹാസ് ഫിക്സഡ് റേറ്റ് ഓഫ് mortgage ആണ്. So in a balloon mortgage, a monthly payment is lower because the large payment at the end of the term. So monthly payment എന്ന് പറയുന്നത് എന്താണ്, വളരെ അധികം കുറവാണ്. ബട്ട് എന്താണ്, ഒരു ടേമിൻ്റെ എൻഡ് ആകുമ്പോഴായിരിക്കും ലാർജ് പേയ്മെൻറ്റുകൾ വരിക. അതുപോലെ എ ബലൂൺ പേയ്മെൻറ്റ് ഈസ് ദ ഹോണസ്റ്റ് ആൻഡ് ക്വാളിഫൈഡ് ബോറോവേഴ്സ് ഹു ഗേവ് ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. മോർഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേലുള്ള ഇൻട്രസ്റ്റ് ആണ് ഫോർ എ ലോങ്, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മോർഗേജ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ലോങ് ടൈം, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ മോർഗേജ് എന്ന് പറയുന്നത്. ബട്ട് ബലൂൺ മോർഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷോർട്ട് ടേം പീരീഡിലേക്ക് മാത്രമുള്ളതാണ്. ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് ക്രഞ്ച്. എന്താ ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ക്രഞ്ച് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മഞ്ച് വളരെ ക്രഞ്ചാണെന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രഞ്ചിനെ നമ്മൾ ക്രഞ്ച് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ക്യൂസ് ചെയ്യുക എന്ന് പറയും. സ്ക്യൂസ് ഓർ ക്രെഡിറ്റ് ക്രൈസിസ് എന്നും കൂടി പറയും. അപ്പോൾ ഈ പേരുകളൊക്കെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ക്രെഡിറ്റ് ക്രഞ്ച് ഓർ ക്രെഡിറ്റ് സ്ക്യൂസ് ഓർ ക്രെഡിറ്റ് ക്രൈസിസ്, ഇങ്ങനെയാണ് ടേമുകൾ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണുള്ളത്. എ ക്രെഡിറ്റ് ക്രഞ്ച് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് എ ഇമ്മീഡിയറ്റ് ഡിക്ലൈൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ലോൺ ഓർ ക്രെഡിറ്റ്. അപ്പം ബാങ്കുകളിൽ ലോണിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഇമ്മീഡിയറ്റ് ഡിക്ലൈനിനെയാണ് ക്രെഡിറ്റ് സ്ക്യൂസ് ചെയ്യുക. ക്രെഡിറ്റ് കൊടുക്കുന്നത്, ക്രെഡിറ്റ് വന്നിട്ടുണ്ട് ലോണാണ്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ചുരുക്കുന്നതിനെയാണ്, സ്ക്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രെഡിറ്റ് ക്രഞ്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്ക്യൂസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് സഡൻലി ദ ക്രെഡിറ്റ് ബിക്കം ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. അതായത് നമ്മൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടൂല. അപ്പോൾ അതിന് നമ്മൾ മീൻസ് അത്ര അവൈലബിൾ അല്ല എന്ന് നമുക്ക് പറയാം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിലിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് ഡിക്ലൈൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് ലോൺസ്, അതിനെയാണ് നമ്മൾ എന്താണ് ക്രെഡിറ്റ് ക്രഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. But sometimes it can be done by reverse actions like by strict rules and regulation to avail the fund from the financial institution. അപ്പോൾ ഇത് ചിലപ്പോൾ എന്താണ് നമ്മുടെ RBIയുടെ ഓർഡർ പ്രകാരമൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ക്രെഡിറ്റ് സ്ക്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. അതായത് ബാങ്ക്രപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലീഗൽ ഡിക്ലറേഷൻ ഓഫ് എ പേഴ്സൺ ഹു ഈസ് അൺഎബിൾ ടു പേ ഓഫ് ഡെപ്റ്റ്. അതായത് നമുക്കറിയാം നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ വാങ്ങിച്ചിട്ടാകുമ്പോൾ ചില കേസുകളിൽ നമുക്ക് ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റാത്തതായിട്ട് വരും. അപ്പോൾ ലോൺ അടക്കാൻ പറ്റാത്തതായിട്ട് വരുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രോപ്പർട്ടികൾ നമ്മളെന്താണോ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൈവശപ്പെടുത്തുകയും അതേപോലെ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലേലത്തിന് വെച്ചിട്ട് ബാങ്കിൻ്റെ തുക അവർ എടുക്കുകയും ചെയ്യും. അതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് അല്ലേ, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യലുണ്ട്. ചിലപ്പോൾ കാർഷിക കടങ്ങൾക്കൊക്കെ വൺ ടൈം ഇൻട്രസ്റ്റ് ഒക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ വൺ ടൈം സെറ്റിൽമെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എ ലീഗൽ ഡിക്ലറേഷൻ ഓഫ് എ പേഴ്സൺ ഹു ഈസ് അൺഎബിൾ ടു പേ ഡെപ്റ്റ്. അപ്പോൾ ഈ ഒരു പേഴ്സണ് നമ്മൾ ലീഗൽ ഡിക്ലറേഷൻ വാങ്ങിക്കണം. അതായത് എനിക്ക് ആ ഒരു ഡെപ്റ്റ് പേ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ലീഗൽ ഡിക്ലറേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ബാങ്കിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഫർദർ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബാങ്കിന് ഈ ലോൺ എടുത്ത ആൾ കൊടുക്കുന്ന ഒരു ലീഗൽ ഡിക്ലറേഷനാണ്. അതായത് ഇതിൽ പറഞ്ഞിട്ട് എനിക്ക് ഈ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഈ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് അത് ഇങ്ങനെ വീടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഈട് നൽകിയിട്ട് അത് വെച്ചിട്ട് ലേലത്തിന് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എനിക്ക് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കടം എനിക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് എഴുതി കൊടുക്കുന്ന ലീഗൽ ഡിക്ലറേഷനെയാണ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. ഇൻ ജനറലി ബാങ്ക്രപ്സി ഈസ് 2 ടൈപ്സ്. റീഓർഗനൈസേഷനുമുണ്ട്, അതേപോലെ ലിക്വിഡേഷൻ ബാങ്ക്രപ്സി ഉണ്ട്. റീഓർഗനൈസേഷൻ ബാങ്ക്രപ്സി ഉണ്ട്, അതേപോലെ ലിക്വിഡേഷൻ ബാങ്ക്രപ്സി ഉണ്ട്. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, എങ്കിൽ പറഞ്ഞുതരാം. അണ്ടർ ദി ബാങ്ക്രപ്സി ഓഫ് റീഓർഗനൈസേഷൻ ഡെപ്റ്റേഴ്സ് ഷുഡ് റീസ്ട്രക്ചർ ദിയർ ബിൽസ് പ്ലാൻസ് ടു മേക്ക് ദം മോർ ഈസിലി ടു മെറ്റ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ഷുഡ് റീസ്ട്രക്ചർ ദെയർ ബിൽസ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, പലിശയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ലോണിന് വന്നിട്ട്. അപ്പോൾ അതിന് പലിശയൊക്കെ നമ്മളങ്ങനെ എഴുതി തള്ളിയിട്ട് ആ ഒരു ബാങ്കിന് ഒരു പേഴ്സണ് ലോണ് പേബിൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയാക്കി കൊടുക്കുന്നതാണ് റീഓർഗനൈസേഷൻ. വേറാസ് ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈൻഡ് അപ്പ് ചെയ്യുക അല്ലെ, അവസാനിപ്പിക്കുക. ഡെപ്റ്റേഴ്സ് ഹാസ് ടു സെൽ ഇറ്റ്സ് അസറ്റ് ടു മേക്ക് മണി സോ ദാറ്റ് ദേ ക്യാൻ പേ ഓഫ് ദെയർ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അസറ്റുകൾ സെല്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബാങ്കിന് ഈട് നൽകിയിട്ടോ അല്ലെങ്കിൽ സ്വയം സെല്ല് ചെയ്തുകൊണ്ടോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാങ്കിലേക്ക് ലോൺ അടക്കുന്നതിന് നമ്മൾ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കറൻസി ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കറൻസി ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്.
അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കറൻസി ചെസ്റ്റുകൾ, ഇപ്പോൾ കറൻസി ചെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില സമയത്ത് RBI തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ അപ്പോയിൻമെൻറ്റ് ചെയ്യാറുണ്ട്. എന്തെന്ന് വെച്ചിട്ട് കുറച്ച് RBIക്ക് വേണ്ടിയിട്ട് കുറച്ച് കറൻസി ചെസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറൻസി ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിയാണ്. മണി കീപ്പ് അതായത് എക്സസ് മണി, ബാങ്കുകളിൽ ഉണ്ടാകുന്ന എക്സസ് മണി. ഇപ്പം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പഠിച്ചിട്ടുണ്ട്, പിന്നെ ക്യാഷ് റിസർവ് റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കറൻസിയിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സസ് ആയിട്ടുള്ള മണി പിന്നെ എന്താണ് നീക്കി വെക്കുക ഓൺ ബിഹാഫ് ഓഫ് ദി RBIക്ക് വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് കറൻസി ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ATMലൊക്കെ ഒരു പിന്നെ ബാങ്ക് നിക്ഷേപിക്കുന്നത് എന്താണ് കറൻസി ചെസ്റ്റിലുള്ള മണി എടുത്തിട്ടാണ്. അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പൈസകളുണ്ടെങ്കിൽ അതിനെ ഡിവാലുവേറ്റ് ചെയ്യുകയും പുതിയ കറൻസീസ് നിക്ഷേപിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ കറൻസി ചെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വണ്ണാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോം ആണ് ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ സ്റ്റോക്കും ഷെയർസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫോർ സിറ്റിസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സിറ്റിസന് വേണ്ടിയിട്ടുള്ളതാണ്. ദേ ക്യാൻ ട്രേഡ് ഇൻ സ്റ്റോക്സ് ഓർ ഡിബഞ്ചേഴ്സ് വിച്ച് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ്, അതായത് സ്കിമ്മിങ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ബൈ ഫ്രോഡ്സ്റ്റേഴ്സ് ടു ക്യാപ്ചർ കസ്റ്റമേഴ്സ് പേഴ്സണൽ ഓർ അക്കൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ്. അതായത് സ്കിമ്മിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരം ഫ്രോഡാണ്. എന്താണ് കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും അതേപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ഇവയൊക്കെ ചോർത്തിയെടുക്കുന്നതിന് അല്ലെങ്കിൽ പിന്നെ കവർന്നെടുക്കുന്നതിന് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവരുടെ പേരിൽ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാകാൻ പറ്റും, നമ്മളുടെ അറിയാതെ തന്നെ നമ്മുടെ ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് വേറെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾ ഓർമ്മിച്ച് നോക്കാം. Skimming is a method used by fraudsters to capture customers' personal account. കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ്, ഈ രണ്ട് കാര്യങ്ങളുമാണ് എന്താണ് ഒരു ഫ്രോഡ്സ്റ്റർ ഹാക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയും. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡാണ്. അപ്പം കസ്റ്റമേഴ്സ് കാർഡ് സിപ്ഡ് ത്രൂ ദ സ്കിമ്മർ ആൻഡ് ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ദ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഓൺ ദ കാർഡ് ഈസ് ദെൻ റീഡ് ഇൻ ടു ദ സ്റ്റോർ ടു സ്കിമ്മേഴ്സ് ഓർ അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ മെയിനായിട്ടും സ്കിമ്മിങ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് എന്നാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ ആണ് എടുക്കുന്നതെങ്കിലും അതേപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ എടുക്കുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഗ്രീൻ ബാങ്കിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ മാർക്കറ്റിംഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ടേം തന്നെയാണ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസുകൾ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതായത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാങ്കിങ് ബിസിനസ്. ഓക്കെ, അപ്പം നമ്മൾ ബാങ്കിങ് ബിസിനസ് സോഷ്യൽ ആസ് വെൽ ആസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഗ്രീൻ ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മണി ലോണ്ടറിങ്. അതായത് മണി ലോണ്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ലോണ്ടറിങ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഇല്ലീഗൽ മണി ഫ്രം വാരിയസ് സോഴ്സസ് ടു അപ്പിയർ ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ലെജിറ്റിമേറ്റഡ് സോഴ്സ്. ദ മേജർ സോഴ്സ് ഓഫ് ഇല്ലീഗൽ മണി ആർ ടാക്സ് ഇവാഷൻ, ബ്രൈബ്, സ്മഗ്ലിംഗ് എക്സെട്ര. അപ്പം മണി ലോണ്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർഷൻസ് ഓഫ് ഇല്ലീഗൽ മണി. അപ്പോൾ ഇല്ലീഗൽ മണിയുടെ കൺവേർഷനെയാണ് വാരിയസ് സോഴ്സസ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം ലെജിറ്റിമേറ്റഡ് സോഴ്സസ്. അതായത് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഇല്ലീഗൽ മണി അത് ലീഗലായിട്ടുള്ളതാണ്, അങ്ങനെ വാരിയസ് സോഴ്സിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മുടെ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓർത്തെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഇല്ലീഗൽ മണി ഫ്രം വാരിയസ് സോഴ്സ് ടു അപ്പിയർ ഒറിജിനേറ്റഡ് ഫ്രം ദി ലെജിറ്റിമേറ്റ് സോഴ്സസ് എന്ന് തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്. അതായത് ഇല്ലീഗൽ മണിയെ നമ്മൾ ലീഗൽ മണിയാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഓക്കെ, ഇപ്പോൾ സ്മഗ്ലിങ്ങിൽ നമുക്ക് കിട്ടിയ മണി ഉണ്ടാവും, ബ്രൈബിൽ കൈക്കൂലിയുടെ കിട്ടിയ മണി ഉണ്ടാവും, ടാക്സ് വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇല്ലീഗൽ മണീനെ നമ്മൾ ലീഗലായിട്ടുള്ള ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പലരുടെ പേരിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വണ്ണാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ദ മസാല ബോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബോണ്ട് ലിസ്റ്റഡ് ഓൺ ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് LSEയിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുള്ള ബോണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ബോണ്ട് ഹെൽപ്പ് ടു റേസ് ഇന്ത്യൻ റുപ്പീസ് ഫ്രം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള ബോണ്ടുകൾ എന്താണെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ബാങ്ക് അഷുറൻസ്. രണ്ട് ടേമുകളാണ് ബാങ്ക് അഷുറൻസ്. അപ്പം ബാങ്ക് അഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സെല്ലിംഗ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് ബൈ ബാങ്ക്. അതായത് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ ഇൻഷുറൻസുകൾ സാധാരണ എന്താണ് ഇപ്പോൾ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ അവരുടെ പ്രൊഡക്റ്റുകൾ അവരുടെ ഏജൻറ്റ് വഴി കസ്റ്റമേഴ്സിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ചില കേസുകളിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പ്രോഡക്റ്റുകൾ ബാങ്ക് വഴി സെല്ല് ചെയ്യാറുണ്ട്. ബാങ്കിലേക്ക് വരുന്നവരോട് ചില കേസിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാങ്ക് അഷുറൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിൻ്റെ 1949 സെക്ഷൻ 6(1) പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേമുകളാണ്. നെക്സ്റ്റ് വണ്ണാണ് ഗാസ അക്കൗണ്ട് ആൻഡ് റാഫ അക്കൗണ്ട്. ഗാസ അക്കൗണ്ട് നമുക്കറിയാം കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് രണ്ടും കൂടി ചേർന്നാണ് എന്ന് വെച്ചിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. ദ ഗാസ റേഷ്യോ ഡിസ്പ്ലേസ് ദ വാല്യൂ ഓഫ് ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ബാങ്ക് ഇൻ ദ ഫോം ഓഫ് കറണ്ട് അസെറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ ടോട്ടൽ ഡെപ്പോസിറ്റ്. ദ ഹയർ ഗാസ റേഷ്യോ മീൻസ് ബെറ്റർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. അപ്പോൾ ഒരു ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഗാസ റേഷ്യോ ആണുള്ളതെങ്കിൽ അതെന്താണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് റാഫ അക്കൗണ്ട്. എന്തായിരിക്കും റാഫ അക്കൗണ്ട്? റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ ദ റാഫ റേഷ്യോ ഷോസ് ഹൗ മച്ച് ഡെപ്പോസിറ്റ് എ ബാങ്ക് ഹാസ് ഇൻ ദ ഫോം ഓഫ് റിക്കറിംഗ് ആൻഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ റാഫ റേഷ്യോ എന്താ ഷോ ചെയ്യുന്നത് ഒരു ബാങ്കിൽ എത്രമാത്രമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റും അതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഉള്ളതെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ടേമുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പല എക്സാമുകളിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.